കണ്ണൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ നാളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ബൂത്തുകളെല്ലാം സജ്ജമാകും. വോട്ടെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞു. കൂത്തുപറമ്പ് ബ്ലോക്കിന് കീഴിലെ 6 പഞ്ചായത്തുകളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലാണ് നടന്നത്. അതുപോലെ കൂത്തുപറമ്പ് നഗരസഭയിലെ 29 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിർമ്മലഗിരി റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ഈ വിതരണം ആരംഭിച്ചിരുന്നു. ഉച്ചയോടെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ അതത് ബൂത്തുകളിലെത്തി ബൂത്തുകൾ സജ്ജീകരിക്കുന്ന പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കുകയും ചെയ്തു. വൈകുന്നേരത്തോടെ ബൂത്തുകളെല്ലാം സജ്ജമായി. കൃത്യം അതായത് കൂത്തുപറമ്പ് ബ്ലോക്കിന് കീഴിലുള്ള 6 പഞ്ചായത്തുകൾ, അതായത് കുന്നോത്തുപറമ്പ്, തൃപ്പങ്ങോട്ടൂർ, പാട്യം, കോട്ടയം, ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം എന്നീ പഞ്ചായത്തുകളിലായി 184 ബൂത്തുകളാണുള്ളത്. അതുപോലെ കൂത്തുപറമ്പ് നഗരസഭയിൽ 29 വാർഡുകളുള്ള കൂത്തുപറമ്പ് നഗരസഭയിൽ 29 ബൂത്തുകളാണുള്ളത്. ഇവിടേക്കുള്ള സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി കഴിഞ്ഞു. ഈ ബൂത്തുകൾ വൈകുന്നേരത്തോടെ സജ്ജമാകും. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ഒ സജിനിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. രാവിലെ നിർമ്മലഗിരി കോളേജിലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ സെൻ്ററായിട്ട് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ പോളിംഗ് ഓഫീസേഴ്സ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പോൾ ആപ്പ് മാനേജർ, ഇ ഡ്രോപ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ വഴി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള ബൂത്ത് സജ്ജീകരിക്കേണ്ട സാമഗ്രികളടക്കം എല്ലാം ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 90% ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്നത് പ്രിസൈഡിങ് പോളിംഗ് ഓഫീസർമാരുടെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യേണ്ട, റിസർവിൽ നിന്ന് പോസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ പെൻഡിങ് ഉള്ളൂ. അതുകൂടെ പൂർത്തിയാകുന്ന മുറയ്ക്ക് വണ്ടികളെല്ലാം റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാവരും റൂട്ട് ഓഫീസർമാരെല്ലാം റെഡിയായി നിൽക്കുകയാണ്. അതോടുകൂടെ ഇപ്പം 35 വാഹനങ്ങളോളം ഓൾറെഡി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിയോടുകൂടെ തന്നെ എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ള രീതിയിലാണ് എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നത്. 6 ബ്ലോക്കിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലായിട്ട് 184 ബൂത്തുകൾ. കൂത്തുപറമ്പ് ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന 5 പഞ്ചായത്തുകളാണ്, 6 പഞ്ചായത്തുകളാണ്, 184 ബൂത്തുകളായിട്ടാണ് നമ്മൾ വണ്ടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ബൂത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. എത്ര മണിക്ക് നാളെ പോളിംഗ് തുടങ്ങും? അതിന് മുമ്പ് മോക്ക് പോളിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നാളെ കറക്റ്റ് 6 മണിക്ക് തന്നെ മോക്ക് പോൾ ആരംഭിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഇവിടെ തന്നെയാണ് വോട്ടെണ്ണലും നടക്കുക? അതെ, ഇവിടെ തന്നെയാണ് കൗണ്ടിംഗ് സെൻറ്റർ നടക്കുന്നത്. 13-ാം തീയതി കൗണ്ടിങ്ങിനുള്ള ഈ ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഇപ്പോഴും തന്നെ നമ്മളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് അടക്കം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ കൂത്തുപറമ്പ് നഗരസഭയിലെ വാർഡുകളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള അജീഷ് കെ കിഴക്കയുടെ നേതൃത്വത്തിലാണ് റാണി ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. സർ, എത്ര മണിക്കാണ് ഇവിടെ വിതരണം ആരംഭിച്ചത്? വിതരണം ഇവിടെ 8 മണിക്ക് ആരംഭിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ രാവിലെ ഇവിടെ എത്തി. വിതരണം എല്ലാം സ്മൂത്തായിട്ട് നടന്നു. 5 ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറാണ് നമുക്കുള്ളത്. 5 കൗണ്ടറിൽ നമ്മൾ 29 വാർഡിലേക്കുള്ള എല്ലാ വിതരണവും ഇതുവരെ കഴിഞ്ഞു. 5 കൗണ്ടറിൽ നിന്നാണ് 29? അതെ, 5 കൗണ്ടർ. എത്ര ബൂത്തുകളാണ് നഗരസഭയിൽ? 29. എന്തൊക്കെ സാധനങ്ങളാണ് ഈ വോട്ടിംഗ് മെഷീനൊപ്പം? ഇവർക്കിപ്പം കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, അതുപോലെ തന്നെ വോട്ടിങ്ങിന് ആവശ്യമായ ഫോംസുകൾ, സ്റ്റാറ്റ്യൂട്ടറി ഫോം, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫോംസുകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ, പോളിംഗ് സാമഗ്രികളൊക്കെ അതിൽ കിറ്റ്, പ്രത്യേക കിറ്റ് പോലെ, അതുപോലെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്, പിന്നെ വോട്ടിംഗ് മെഷീൻ, അത്ര സാധനം. എത്ര മണിയുടെ വൈകുന്നേരത്തോടെ തന്നെ ബൂത്തുകളൊക്കെ സജ്ജമാകുമല്ലോ? ബൂത്തുകളൊക്കെ ഓൾറെഡി സജ്ജാണ്. അപ്പോൾ ഇവരിപ്പം പോയി കഴിഞ്ഞാൽ ഇവർ അതായത് വാഹനങ്ങൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങളിൽ ഇപ്പോൾ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഇവരും അവരുടെ റൂട്ട് ഓഫീസർമാരും ഒന്നിച്ച് പോവുക ചെയ്യാം. അവർ ഏകദേശം ഉച്ചയോടുകൂടി അവിടെ എത്തും. അതിനനുസരിച്ച് അവിടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നാളെ 6 മണിക്ക് മോക്ക് പോളിംഗ്, അതിനുശേഷം 7 മണിയോടെയാണ് പോളിംഗ്. നാളെ രാവിലെ 5 മണിക്ക് ശേഷം 6 മണിയോടുകൂടി മോക്ക് പോളിംഗ് ആരംഭിച്ചു. 7 മണിക്ക് വോട്ടിംഗ്, വൈകുന്നേരം 6 മണിക്ക് വോട്ടിംഗ് വെച്ചു. വോട്ടെണ്ണലും ഇവിടെ തന്നെയാണോ? വോട്ടെണ്ണൽ ഇവിടെയാണ്. അത് 13-ാം തീയതി. നാളെ വോട്ടെടുപ്പിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വോട്ടെടുപ്പിന് ശേഷം ഇവിടെ മെഷീനുകൾ ഇവിടെ സൂക്ഷിക്കല്ലേ? വോട്ടെടുപ്പിന് ശേഷം ഇതിപ്പോൾ നാളെ വൈകുന്നേരം 6 മണിക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ ഇതേപോലെ അതേ വാഹനത്തിൽ തിരിച്ച് ഇവിടെ നമ്മൾ റിസപ്ഷൻ കൗണ്ടറിലെത്തി ഇതേ കൗണ്ടറിൽ തന്നെ, ഈ 5 കൗണ്ടറുണ്ടല്ലോ, ആ കൗണ്ടറിൽ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. ഉടനെ അത് സ്ട്രോങ് റൂമിൽ
സൂക്ഷിക്കുന്നു. അത് സീൽ ചെയ്തതിന് ശേഷം 13-ാം തീയതി രാവിലെ പോളിംഗ് ഏജൻറ്റ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുകളുടെ സാന്നിധ്യത്തിൽ അത് വീണ്ടും തുറന്ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 13-ന് രാവിലെ ഈ 2 കേന്ദ്രങ്ങളിൽ തന്നെയാണ് വോട്ടെണ്ണൽ നടക്കുക. അതായത് കൂത്തുപറമ്പ് നഗരസഭയുടെ വോട്ടെണ്ണൽ റാണിജി ഹയർ സെക്കൻഡറി സ്കൂളിലും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലുമാണ് നടക്കുക. 13-ന് ആണ് ഈ ജനവിധി, ജനം എന്ത് വിധി എഴുതി എന്ന് അറിയാൻ 13-നാണ് അറിയാൻ സാധിക്കുക. വോട്ടെണ്ണലും ഇതേ കേന്ദ്രങ്ങളിൽ തന്നെ നടക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ വോട്ടെടുപ്പിന് ശേഷം, അതായത് വോട്ടെടുപ്പ് പൂർത്തിയാക്കി പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്തിട്ടുള്ള കൗണ്ടറുകളിൽ തന്നെ, അതായത് ഇന്ന് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികൾ 20 കൗണ്ടറുകളിൽ നിന്നാണ് വിതരണം ചെയ്തത്. കൂത്തുപറമ്പ് നഗരസഭയുടേതാവട്ടെ 5 കൗണ്ടറുകളിൽ നിന്നാണ് വിതരണം ചെയ്തത്. ഈ വോട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം നാളെ വൈകുന്നേരം വോട്ടിംഗ് പൂർത്തിയാക്കി ഈ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ ഈ കൗണ്ടറുകളിൽ തന്നെ തിരിച്ചേൽപ്പിച്ച് അതിവിടെ സുരക്ഷിതമായി സീൽ ചെയ്ത റൂമുകളിൽ സൂക്ഷിക്കും. 13-ന് രാവിലെ ഈ മുറികൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്താണ് ഈ വോട്ടെണ്ണൽ നടക്കുക. എല്ലാവരും ആകാംക്ഷയോടെ, അതായത് വീറും വാശിയും നിറഞ്ഞ ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രചരണത്തിന് ഒടുവിൽ നാളെ ജനം വിധി എഴുതുന്നു. ആ ജനം എന്ത് വിധി എഴുതി എന്നറിയാൻ 13-നാണ് അറിയുക. അതിനായുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.